പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്ന തിരുവചനത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 84 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം ഇങ്ങനെ പറയുകയാണ്: കണ്ണുനീർ താഴ്വഴി കൂടി കടന്നു പോയാലും താൻ കണ്ണുനീർ താഴ്വഴി കൂടി കടക്കുമ്പോൾ അവ അതിനെ ജലാശയമാക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായിത്തീരുന്നു. ഇവിടെ പറയുകയാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമോ. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ണുനീരിൻ്റെ താഴ്വര ഉണ്ടോ? ഹല്ലേലൂയ. ആ കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ നാം എല്ലാവരും ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാം. ഹല്ലേലൂയ. എന്നാൽ അത് പറയുകയാണ്, ആ കണ്ണുനീര് ഒരു ജലാശയമായി മാറും. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും കരയുന്നവരല്ലേ? നമ്മുടെ കണ്ണുനീർ പലപ്പോഴും വറ്റിപ്പോകുന്ന അനുഭവത്തിലേക്ക്, കരഞ്ഞു കലങ്ങിയ അവസ്ഥകളിലേക്ക് നാം പലപ്പോഴും ആകാറില്ലേ? നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? ഞാൻ കരഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഫലമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും ഇല്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മറുപടിയും ദൈവസന്നിധിയിൽ ലഭിക്കുന്നില്ലല്ലോ, ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും എനിക്കൊരു മറുപടിയും ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ നാം ചിന്തിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു പക്ഷേ നിങ്ങൾ അനേക നാളുകൊണ്ട് കരയുന്നവരായിരിക്കാം, അനേക വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ കരയുന്നവരായിരിക്കാം. ഇന്നൊരു ജലാശയമായി തീർക്കുന്നു അതിനെ. നമുക്ക് കണ്ണുനീർ താഴ്വഴി കൂടെ കടക്കുമ്പോൾ ഹല്ലേലൂയ, അത് ജലാശയമായി തീരുന്ന ഒരു അനുഭവം. എന്നിട്ട് പറയുകയാണ്, അത് അനുഗ്രഹപൂർണമായിത്തീരുന്നു, മുൻമഴയാൽ അനുഗ്രഹപൂർണമായിത്തീരുന്നു. ഇവിടെ മുൻമഴയെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഈ യഹൂദിലുള്ള ഇസ്രായേൽ ജനമൊക്കെ യഹൂദ ദൈവവചനത്തിലൂടെ പറയുകയാണെങ്കിൽ ഈ വിതയ്ക്കുന്നതിന് മുമ്പ് ഒരു മഴ പെയ്യും. അതിന് മുൻമഴ എന്നാ പറയുന്നത്. അങ്ങനെ ഇവര് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ആ ഭൂമിയെ തണുപ്പിക്കേണ്ടതിന്, ഭൂമിയില് അവര് വിത്തിടുന്നതിന് മുമ്പ് ആ ഭൂമിയെ നനച്ച് അതിനെ ഫലവത്താക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു മുൻമഴ അയക്കും. ആ മുൻമഴ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിത്തിടുമ്പോ ആ വിത്ത് വരണ്ട ഭൂമിയിൽ മുൻമഴ പെയ്യുമ്പോൾ ആ വിത്ത് മഴ പെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഭൂമിയിൽ നിന്ന് അത് പൊട്ടി മുളയ്ക്കത്തില്ല. അപ്പൊ ഈ മുൻമഴ പെയ്താൽ മാത്രമേ അതെന്ത് ഈ കൃഷിക്കാർക്കൊരു അടയാളമാണ്. മഴ ഞങ്ങൾ വിത്ത് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിതയ്ക്കുന്നതിന് മുമ്പ് ആ മഴ പെയ്യുന്നത് വിത്ത് ഇടേണ്ടതിനാണ്, ആ വിത്ത് വിതയ്ക്കേണ്ടതിനാണ്, അതിന്റെ സമയം ആയി എന്നൊരു ഹല്ലേലൂയ ഒരു ചിന്ത, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു അടയാളമാണ് ഈ മുൻമഴ എന്ന് പറയുന്നത്. വിതയ്ക്കുന്നവരുടെ സമയമായി, മുൻമഴയ്ക്ക് ഒരു സമയമായി, അപ്പൊ വിത്ത് വിതയ്ക്കേണ്ട സമയമായി എന്നൊരു അടയാളമാണ് എന്ത് ചെയ്യുന്നത്, ഹല്ലേലൂയ, ഈ മുൻമഴ പെയ്യുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കരയുന്നത് വിഷയങ്ങൾക്ക് വേണ്ടി നാം കരയുന്നത് അതെന്ത് ചെയ്യാ, ഈ അത് മുൻമഴയായി മാറുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്ന അതിനു മുമ്പ് നാം എന്ത് ചെയ്യുക, ഈ മുൻമഴ വിതയ്ക്കുകയാണ്. ഹല്ലേലൂയ, അതെന്ത് ചെയ്യാ, മുൻമഴയാണ് അനുഗ്രഹപൂർണമായി തീർന്നു. ഈ കണ്ണുനീര് നാം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം കരയുന്നത്, ഇന്നത്തെ കണ്ണുനീര് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരും. പല വിഷയങ്ങളുടെ നടുവിൽ കരയുന്നവരുണ്ട്. ജീവിതത്തിന്റെ എനിക്ക് കരച്ചിൽ മാത്രമോ, എൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് മാത്രമാണോ, എനിക്ക് സന്തോഷിക്കാൻ സമയമില്ലേ, ഒരവസ്ഥ എനിക്കില്ലേ, ഉണ്ടാകത്തില്ലേ എന്ന് ഓർത്ത് പലപ്പോഴും കരയുന്നവരായിരിക്കും നാം. പ്രിയപ്പെട്ടവരെ, കരയുന്ന നിങ്ങൾക്ക് വേണ്ടി കരയണ്ട എന്നൊരു ശബ്ദം കർത്താവ് പറയും. നിങ്ങളുടെ കരച്ചിൽ നിന്നില്ല, ഇനി നിങ്ങൾ കരയണ്ട. നിങ്ങളുടെ കരച്ചിലിന് ഒരു സന്തോഷമാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരികയാണ്. അനേക വിഷയങ്ങളുടെ നടുവിൽ കരഞ്ഞ് പലപ്പോഴും കരച്ചിൽ മാത്രമായി, ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീര് മാത്രമായി, കണ്ണുനീരിലൂടെ കടന്നു വരുന്ന നിങ്ങളുടെ മനസ്സിലെ ആവലാതികൾ,
ആമേ. അത് പലപ്പോഴും ദിവസം നിങ്ങൾ പറയാറില്ലേ? നിങ്ങളുടെ കണ്ണുനീര് അത് വലിയൊരു ജലാശയമായി തീരുമ്പോൾ അത് അനുഗ്രഹപൂർണമായി തീരും. ആ കണ്ണുനീരെന്ന മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ മേൽക്ക് മേൽ ശക്തി പ്രാപിക്കും, ബലം പ്രാപിക്കും. അത് സിയോളിൽ ചെന്നെത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. കരയുന്നവരെ, വേദനപ്പെടുന്നവരെ, അല്ല പല വിഷയങ്ങൾ നൊന്ത് ഹല്ലേലൂയ ആശയറ്റ് വിഷയങ്ങൾക്ക് നടുവിൽ കരയുമ്പോൾ ഇന്നത്തെ കണ്ണുനീർ നിശ്ചയമായും നാളെ കഴിച്ചത് അനുഗ്രഹമായി മാറും. കണ്ണുനീർ താഴെ കൂടെ കടന്നു പോകുമ്പോൾ അത് ജലാശയം, ഒരു സമുദ്രമായി മാറും. അത് മുൻമഴയാൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കണ്ണുനീർ അനുഗ്രഹമായി മാറും. ആയതിനാൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.